കണ്ണൂർ കല്യാശ്ശേരി കീച്ചേരി കുന്നിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു. തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിഖിൽ അളവൂർ വിശദാംശങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഇപ്പോൾ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഏതായാലും ബസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാപ്പൻശ്ശേരിയിൽ തന്നെയുള്ള ആശുപത്രികളിലേക്കാണ് മാറ്റിയത്. ഇവിടെ റോഡിൽ ഡീസലൊക്കെ മറിഞ്ഞിരുന്ന അത് വൃത്തിയാക്കുന്ന ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് ഗുരുതരമായ പരിക്ക് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാഥമിക ഇവിടെ നിന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബസ് വരുന്നതിനിടയിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയും അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് മറിയുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമായത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട ബസ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. പക്ഷേ ഈ ബസ് മറിഞ്ഞ് വീണിരിക്കുന്നത് ബസ്സിൻ്റെ മുൻവശം തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്ന വിധത്തിലാണ് ഉള്ളത്. അത്തരത്തിൽ വലിയൊരു അപകടം തന്നെയായിരുന്നു. പക്ഷേ വലിയൊരു പരിക്കിലേക്ക് പോയില്ല എന്നതാണ് ഏറ്റവും നമുക്ക് പറയാവുന്ന ഏറ്റവും ആശ്വാസകരമായ കാര്യം. പൂർണ്ണമായും ചെരിഞ്ഞ് റോഡിലേക്ക് വീണ് കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഗതാഗതക്കുറിപ്പൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം എന്ന് കരുതുന്നു. ചേട്ടാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ആളാണോ? എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായില്ല. ഞാൻ പഞ്ചായത്തിലുണ്ടായി. പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ വന്നതാണ്. ഹോസ്പിറ്റലിൽ വേണ്ടി ഞാൻ മെമ്പറാണ്. എന്താണ് സംഭവിച്ചതെന്നറിയോ? എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അപകടം ഉണ്ടായത്? മറിഞ്ഞാണ് കണ്ടത്. ആളറിഞ്ഞ ഹോസ്പിറ്റലിൽ ആൾക്കാർ വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നു. ഹോസ്പിറ്റലിൽ കൂടുതൽ പേര് വന്നതിന് ശേഷം പഞ്ചായത്ത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉള്ളത് ആൾക്കാരിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ബസ്സിൽ. എത്ര ആളുകൾ? 10-40 ആളുണ്ടാവും ബസ്സിൽ. എന്തായാലും 10-20 ആൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഗുരുതരമായ പരിക്കാർക്കില്ല എന്ന് തന്നെയാണ്. ഇതിന് 3 പേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അവരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തേക്ക് പോയെന്നറിയില്ല. ബാക്കി എല്ലാവർക്കും ജില്ലയിലെ പരിക്കുണ്ട്. എന്തായാലും വണ്ടി അടിച്ചായിരിക്കില്ല. കുറേ പൊട്ട് ചോരയോട് കൂടിയാണ് കുറേ ആൾ വന്നത്. അത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഗൗതം, അത്തരത്തിലാണ് നമുക്ക് ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. 3 പേർക്ക് കുറച്ച് പരിക്കുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നു അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും എന്നാണ് അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. എന്താണ് സംഭവിച്ചെന്താണ്? അത് ബസ് തളിപ്പറമ്പ് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. ആ സ്റ്റോപ്പിൽ അവർ നിർത്തിയിട്ടില്ല. കുറച്ച് മഴ ഉണ്ടാകുന്ന ഈ സമയത്ത് ഇത് ബസ് നേരെ മറിഞ്ഞു വീഴായിരുന്നു. അതെ അതെ. അതൊരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ ഒരു ഇത്ര വ്യത്യാസമുള്ളൂ ബസ്സും അതും കൂടിയിട്ട്. അപ്പോൾ ബസ്സുകാരൻ ആ ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ അയാളെ തന്നെ ഒരാൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളൂ. അപ്പോൾ എല്ലാവരെയും രക്ഷ. അപ്പോൾ നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഈ പരിക്ക് പറ്റിയവരുടെ അവസ്ഥ എന്താണ്? നിങ്ങളൊക്കെ ചേർന്ന് ആശുപത്രിക്ക് 4-5 പേർക്ക് തലയ്ക്ക് ചെറിയ ചെറിയ പരിക്കുകളുണ്ട്. അതിൽ സ്ത്രീകളാണ് ആ ബസ്സിൽ കൂടുതലുണ്ടാകുന്നത്. സ്ത്രീകളും കുട്ടികളും. നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. എങ്ങനെയാണ്? അതെ അതെ. സീറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ടാകുന്നുള്ളൂ. ഒരു 10-40 ആൾക്കാർ എന്തായാലും ഉണ്ടാവേണ്ടതാണ്. ഗൗതം, ഏതായാലും 40ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 പേർക്ക് ഈ തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റ 3 പേരുണ്ട്. അവരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ ഗതാഗതത്തിന് ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോഴും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വാഹനം മറിഞ്ഞതിനെ തുടർന്ന് റോഡിൽ ഡീസൽ പരന്നു. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല. ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്.